പണം കിട്ടാനായി പണം കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കുവാൻ ശക്തമായ ഒരു മാർഗമാണ് പണം കൊടുക്കുക എന്നത്. കാരണം കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് എനിക്ക് ധാരാളം പണമുണ്ട് എന്നാണ്. ഈ ഭൂമുഖത്ത് ഏറ്റവും ധനികരായവരാണ് ഏറ്റവും വലിയ പരോപകാരികൾ. അവർ ധാരാളം പണം ദാനം ചെയ്യുന്നു. ആകർഷണ തത്വമനുസരിച്ച് അവർ കൊടുക്കുന്തോറും പ്രപഞ്ചം അതിൻ്റെ എത്രയോ മടങ്ങ് വർദ്ധിപ്പിച്ച പണം അവരിലേക്ക് പ്രവഹിപ്പിക്കുന്നു. ദാനം ചെയ്യാൻ മാത്രം പണം എൻ്റെ കയ്യിലില്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അത് തന്നെയാണ് പ്രശ്നം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് നിങ്ങളുടെ പക്കൽ വേണ്ടത്ര പണം ഇല്ലാത്തതെന്ന്. ദാനം ചെയ്യാൻ വേണ്ടത്ര പണം നിങ്ങൾക്കില്ല എന്ന് തോന്നിയാൽ ദാനം കൊടുക്കാൻ തുടങ്ങുക. കൊടുക്കുക എന്നതിൽ നിങ്ങൾ വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ആകർഷണ തത്വം ഇനിയും കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും വിധത്തിൽ കൂടുതൽ പണം നിങ്ങളിലേക്ക് എത്തിച്ചു തരണം. ദാനം ചെയ്യുന്നതും ത്യജിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നിറഞ്ഞ ഹൃദയത്തോടെ കൊടുക്കുമ്പോൾ അതിൽ സുഖാനുഭവമുണ്ട്. ത്യജിക്കുന്നതിൽ സുഖാനുഭവമില്ല. രണ്ടും തമ്മിൽ തിരിച്ചറിയണം. അവ രണ്ടും നേരെ എതിർദിശയിലുള്ള കാര്യങ്ങളാണ്. ഒന്ന് ഇല്ലായ്മയുടെ സിഗ്നലുകൾ പ്രസരിപ്പിക്കുമ്പോൾ മറ്റേത് ആവശ്യത്തിലധികം ഉണ്ട് എന്ന സിഗ്നലാണ് പ്രസരിപ്പിക്കുന്നത്. ഒന്നിൽ സുഖാനുഭവമുണ്ട്, മറ്റേതിൽ അതില്ല. ത്യജിക്കുന്നത് ആത്യന്തികമായി അമർഷത്തിലേക്ക് നയിക്കും. നിറഞ്ഞ മനസ്സോടെ ദാനം ചെയ്യുക എന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സന്തോഷകരമായൊരു കാര്യമാണ്. ആകർഷണ തത്വം ആ തരംഗങ്ങളെ സ്വീകരിച്ച് ഇനിയും കൂടുതൽ നിങ്ങളിലേക്ക് പ്രവഹിപ്പിക്കും. ആ വ്യത്യാസം നിങ്ങൾ അനുഭവിച്ചറിയും. ജെയിംസ് റേ. ധാരാളം പണം സമ്പാദിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ വ്യക്തിബന്ധങ്ങൾ വളരെ മോശമാണ്. അത് സമ്പന്നതയല്ല. നിങ്ങൾക്ക് പണത്തിൻ്റെ പുറകെ പോകാം, ധാരാളം പണം സമ്പാദിക്കാം. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ സമ്പന്നനാകും എന്ന് ഉറപ്പു പറയാൻ കഴിയില്ല. പണം സമ്പത്തിൻ്റെ ഭാഗമല്ല എന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായും ആണ്, പക്ഷേ അതൊരു ഭാഗം മാത്രമാണ്. വേറെ ചിലരെ ഞാൻ കാണാറുണ്ട്, ആത്മീയ വ്യക്തികൾ. പക്ഷേ അവർക്ക് എപ്പോഴും ദാരിദ്ര്യവും അനാരോഗ്യവുമായിരിക്കും. അതും സമ്പന്നതയല്ല. ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാവണം എല്ലാ മേഖലയിലും. സമ്പന്നനാവുക എന്നാൽ ആത്മീയതയുമായി പൊരുത്തപ്പെടുന്നതല്ല എന്ന വിശ്വാസത്തോടെ ആണ് നിങ്ങൾ വളർന്നതെങ്കിൽ. സമ്പന്നനാകുക എന്നത് ആത്മീയതയുമായി പൊരുത്തപ്പെടുന്നതല്ല എന്ന വിശ്വാസത്തോടെയാണ് നിങ്ങൾ വളർന്നതെങ്കിൽ നിങ്ങൾ കാതറൈൻ പോണ്ടറുടെ ബൈബിളിലെ കോടീശ്വരന്മാർ എന്ന പരമ്പര വായിക്കാൻ ഞാൻ കാര്യമായി ശുപാർശ ചെയ്യുന്നു. ഈ വിശിഷ്ടമായ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അബ്രഹാം, ഐസക്, ജേക്കബ്, ജോസഫ്, മോസസ്, യേശു ഇവരെല്ലാം സമ്പന്നതയുടെ പ്രചാരകരായിരുന്നു എന്ന് മാത്രമല്ല അവരെല്ലാം കോടീശ്വരന്മാരായിരുന്നു. അവരുടെ ധനാഢ്യമായ ജീവിതശൈലി ഇന്നത്തെ പല കോടീശ്വരന്മാർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. നിങ്ങൾ സാമ്രാജ്യത്തിൻ്റെ കിരീടാവകാശിയാണ്. ഐശ്വര്യം നിങ്ങളുടെ ജന്മാവകാശമാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും ഏറെ സമൃദ്ധി കൈവരിക്കാനുള്ള താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് നല്ല കാര്യവും നിങ്ങൾ അർഹിക്കുന്നു. പ്രപഞ്ചം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് നല്ല കാര്യവും നിങ്ങൾക്ക് തരും. പക്ഷേ നിങ്ങൾ അതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തണം. ഇപ്പോൾ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളുമാണ് താക്കോൽ. താക്കോൽ ജീവിതകാലം മുഴുവനും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. മാർസി ഷിമോഫ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ വളരെയധികം ആളുകൾ ജീവിത വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ്. അവർക്ക് വലിയ വീട് വേണം, ബിസിനസ്സിൽ വിജയിക്കണം, അതുപോലുള്ള ബാഹ്യമായ കാര്യങ്ങളെല്ലാം വേണം. പക്ഷേ ഞങ്ങളുടെ ഗവേഷണ പഠനങ്ങളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലായി ഈ ബാഹ്യമായ കാര്യങ്ങളെല്ലാം നേടിയാലും യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ളത് മാനസികമായ സുഖാനുഭവം ലഭിക്കും എന്ന് ഒരു ഉറപ്പുമില്ല എന്ന്. ബാഹ്യമായ കാര്യങ്ങൾ നേടിയാൽ സന്തോഷം, സുഖാനുഭവം ലഭിക്കും എന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ അത് പശ്ചാത്തലം മാത്രമാണ്. ആന്തരികമായ ആഹ്ലാദമാണ് തേടേണ്ടത്. ആന്തരികമായ ശാന്തി, ദർശനം ആദ്യം നേടുക. ബാഹ്യമായവയെല്ലാം തനിയെ പ്രത്യക്ഷമാവും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ആന്തരികമായതാണ്. ബാഹ്യലോകം പ്രതീതികളുടെ ലോകമാണ്. അത് ചിന്തകളുടെ ഫലം മാത്രമാണ്. നിങ്ങളുടെ ചിന്തകളെ, മനസ്സിൻ്റെ തരംഗങ്ങളെ സന്തോഷത്തിൻ്റെ തരംഗദൈർഘ്യത്തിലേക്ക് ക്രമീകരിക്കുക. നിങ്ങളുടെ ഉള്ളിലെ സന്തോഷവും ആനന്ദവും പുറത്തേക്ക് വികിരണം ചെയ്യുക. നിങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അതിനെ പ്രപഞ്ചത്തിലേക്ക് സംരക്ഷണം ചെയ്യുക. അപ്പോൾ യഥാർത്ഥ സ്വർഗീയാനുഭൂതി നിങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കാം. രഹസ്യം. രത്നച്ചുരുക്കം. പണത്തെ ആകർഷിക്കുവാൻ സമ്പത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുക. ഒരേ സമയം ധനമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ധനം ആകർഷിക്കുകയും ചെയ്യുക അസംഭവ്യമാണ്. പണത്തെ ആകർഷിക്കുവാൻ സമ്പത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുക. ഒരേ സമയം ധനമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ധനം ആകർഷിക്കുകയും ചെയ്യുക അസംഭവ്യമാണ്.
ഭാവന ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും. ധാരാളം സമ്പത്തുള്ളതായി ഭാവിക്കുന്ന കളികൾ കളിക്കുക. അപ്പോൾ പണത്തെക്കുറിച്ച് നല്ല ചിന്തകൾ ഉണ്ടാകും. പണത്തെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ തോന്നുമ്പോൾ കൂടുതൽ പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. ഭാവന ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും. ധാരാളം സമ്പത്തുള്ളതായി ഭാവിക്കുന്ന കളികൾ കളിക്കുക. അപ്പോൾ പണത്തെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ ഉണ്ടാകും. പണത്തെക്കുറിച്ചുള്ള നല്ലത് തോന്നുമ്പോൾ കൂടുതൽ പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. ഇപ്പോൾ മനസ്സിൽ സന്തോഷമുണ്ടാകുക എന്നതാണ് ജീവിതത്തിൽ പണം കൂടുതൽ വന്നു ചേരാനുള്ള വേഗതയേറിയ മാർഗം. ഇപ്പോൾ മനസ്സിൽ സന്തോഷമുണ്ടാകുക എന്നതാണ് ജീവിതത്തിൽ കൂടുതൽ പണം വന്നു ചേരാനുള്ള വേഗതയേറിയ മാർഗം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്തുക്കളെ നോക്കി എനിക്കത് വാങ്ങാനുള്ള കഴിവുണ്ട്, അത് ഞാൻ സ്വന്തമാക്കുമെന്ന് സ്വയം പറയുവാൻ തീരുമാനിക്കുക. നിങ്ങളുടെ ചിന്തയുടെ ദിശ മാറുകയും പണത്തെക്കുറിച്ച് മനസ്സിൽ നല്ല വികാരങ്ങൾ ഉദിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്തുക്കളെ നോക്കി എനിക്കത് വാങ്ങാനുള്ള കഴിവുണ്ട്, ഞാൻ അത് സ്വന്തമാക്കുമെന്ന് സ്വയം പറയുവാൻ തീരുമാനിക്കുക. നിങ്ങളുടെ ചിന്തയുടെ ദിശ മാറുകയും പണത്തെക്കുറിച്ച് മനസ്സിൽ നല്ല വികാരങ്ങൾ ഉദിക്കുകയും ചെയ്യും. കൂടുതൽ പണം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പണം ദാനം ചെയ്യുക. പണത്തിൻ്റെ കാര്യത്തിൽ വിശാല മനസ്ഥിതി ഉണ്ടാവുകയും ദാനം ചെയ്യുന്നതിൽ മനസ്സുഖം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അത് എനിക്ക് ധാരാളം പണമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നത് പോലെയാണ്. കൂടുതൽ പണം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പണം ദാനം ചെയ്യുക. പണത്തിൻ്റെ കാര്യത്തിൽ വിശാല മനസ്ഥിതി ഉണ്ടാവുകയും ദാനം ചെയ്യുന്നതിൽ മനസ്സുഖം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അത് എനിക്ക് ധാരാളം പണമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന പോലെയാണ്. തപാലിൽ ചെക്കുകൾ വരുന്നത് മനസ്സിൽ സങ്കല്പിക്കുക. തപാലിൽ ചെക്കുകൾ വരുന്നത് മനസ്സിൽ സങ്കല്പിക്കുക. ചിന്തകളുടെ ത്രാസിൽ പണത്തിൻ്റെ വശത്തേക്ക് മുൻതൂക്കം വരുത്തുക. സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുക. ചിന്തകളുടെ ത്രാസിൽ പണത്തിൻ്റെ വശത്തേക്ക് മുൻതൂക്കം വരുത്തുക. സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുക.